ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്താണെന്നറിയോ? അറിയില്ലേ, ഞാൻ പറഞ്ഞുതരാം. ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ രചനകൾ കോപ്പി ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ പാടില്ല. ഞാൻ കോടതി പോയാലേ വിവരം അറിയും, ശബ്ദവും അതിന്റെ സ്ഥാപകനും. എന്നാ പിന്നെ പോ. കണ്ടവന്റെ സൃഷ്ടി മോഷ്ടിച്ചിട്ടല്ല പൈസ ഉണ്ടാക്കേണ്ടത്, മനസ്സിലായേ? ഏയ് ഹലോ, ആളുകളോട് സൂക്ഷിച്ച് സംസാരിക്കണം. എന്തും വന്ന് വിളിച്ചു പോകാനുള്ള സ്ഥലമാണെന്ന് കരുതിയോ ഇത്? ഞാൻ ഈ മാന്യതയോടാണ് സംസാരിക്കുന്നത്. മീറാൻ്റെക്ക് പോലും ഈ ഗതി വന്നിട്ടുണ്ടാവില്ല. ഞാൻ കോടതി പോണോ അതോ അന്തസ്സായിട്ട് എനിക്ക് കോമ്പൻസേഷൻ തരുന്നോ? കോടതി പൊക്കോ, അത് ഞാൻ തീരുമാനിച്ചോളാം. ആരാ ഇയാള്? എന്താ കാര്യം? നീ ഇതിലെഴുതിയ കഥയില്ലേ, ആ, അതിലെ വരവിന്റെയാ. ഓ, ഈ കക്ഷിയായിരുന്നോ? വെറുതെ അല്ല മെത്തേഡിലും കോമ്പോസിഷനിലും ഒക്കെ ഒരു മാറ്റം. ഞാൻ ഉദ്ദേശിച്ചതൊന്ന്, ഇമേജ് കൺവേ ചെയ്തത് വേറൊന്ന്. അപ്പൊ ഇയാളായിരുന്നു കഥാകാരൻ ആണെങ്കിൽ ഞാൻ ഒരു സത്യം പറയട്ടെ, ഈ അടുത്ത് വായിച്ചാൽ ഏറ്റവും മോശം കഥയാണിത്. കുറെ ഇമോഷൻസ് കഥാപാത്രങ്ങളിൽ ഇഞ്ചെക്ട് ചെയ്ത കഥ ഉണ്ടാവില്ല, വേറും വേസ്റ്റ്. എന്റെ എഴുത്തിനെ കുറിച്ച് പറയാൻ താനാരാ? ഞാനേ ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ചാ, അപ്പൊ പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ശരിയാ. ഇതിലും ഭേദം ഈ സ്ഥാപനം അടിച്ചു വിട്ടുന്നതല്ലേ. ഒരു വിവരമില്ലാത്തൊരു പത്രാധിപരും അതിലും വിവരദോഷിയായിട്ടുള്ള ഒരു കഥാകാരി. പേരൊക്കെ കൊള്ളാം, കരുണാകരൻ. പേരിൽ മാത്രം പോരെ ഹേ കരുണ. ഞാനെന്തിനാണ് എന്റെ എനർജി ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്? അത് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ പോടും. അല്ല മിരാന്റെ, കോടതി പോണില്ലേ? എന്റെ വട്ടി പോവും. ഈ വാരികയിൽ എന്റെ സൃഷ്ടി വന്നെന്ന് പറഞ്ഞാലേ എനിക്ക് അതിലും വലിയ നാണം കേടില്ല. അതിലും വേഗം തൂങ്ങിച്ചാവുന്നതാ. വേറെ ആരെയും കിട്ടിയില്ലേ ഇതുപോലുള്ള തേർഡ് റേറ്റ് ഷോവനിസ്റ്റുകളെ അല്ലാതെ? അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടടി. അവൻ ആളും എടുക്കനാ. അവന്റെ ആ വരിയെ അവനോട് ചോദിക്കാതെ ഞാൻ എടുത്തിട്ട്. പിന്നെ ഉണ്ടല്ലോ, നിന്റെ ആ എഴുത്തുണ്ടല്ലോ, ഇച്ചിരി ബോറായിരുന്നു. ഓ പിന്നെന്തിനാ എഡിറ്റിംഗിന്നും പ്രൂഫിംഗിന്നും പറഞ്ഞ ഓരോ പേപ്പർ എന്റെ കൈ കൊണ്ട് തരുന്നേ? എല്ലാം കൂടി ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യാറുന്നല്ലോ. കാശ് കൊടുക്കാതെ ഇതൊക്കെ ചെയ്യാൻ ഒരാൾ വേണ്ടേ എനിക്ക്? ആഹാ, ഇങ്ങനെയാണെങ്കിൽ വേറെ ആളെ അന്വേഷിച്ചു. പറഞ്ഞല്ലേടി. അതെ, എനിക്ക് ആ ബാങ്ക് വരെ ഒന്ന് പോകണം. ഇന്നെങ്കിലും ആ ലോൺ സാങ്ഷൻ ആക്കോ എന്ന് എനിക്കറിയണം. അപ്പോഴേ ഞാൻ നിക്കണോ അതോ പോണോ? നീ ഇരുന്നും അടുത്ത് കഴിയുമ്പോ എണീറ്റ് പൊക്കോ. ഒരു ചായ ഇതൊന്നും തട്ടിട്ട് പോരെ? അല്ല ഈ കടിക്ക് പോലെ കരിയാ തിന്നാൻ പോണ്. ചായ ആടി ഇരിക്കുങ്ങള്. അല്ലടോ ഇങ്ങനൊക്കെ വരയ്ക്കൂ? ആരോടോ എന്റെ പണി. എന്റെ മോക്കൊരു ഇന്ത്യ വരച്ചരി. ഹിന്ദി? ഹിന്ദിയൊക്കെ പിന്നെ നിങ്ങൾ ചായ എടുക്കും. ഇതിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് ലേസം നിറം കുറവുണ്ടോ? അതെ, മൂപ്പർക്ക് എന്താ പരിപാടി? ആർക്ക് പഠിച്ചോണോ? മുകളിലത്തെ പുള്ളിക്ക്. മൂപ്പർക്ക് എന്താ പരിപാടി മൂപ്പർക്ക് തന്നെ അറിയില്ല. മൂപ്പര് മൊത്തത്തിൽ ഒരു പുകയല്ലേ. പുകയെ? ആ പുകല്ലടോ, അടുപ്പിലെ പുക. പുള്ളിയുടെ താമസം? മൂപ്പർ ഇവിടെ അടുത്തൊരു വീട്ടിൽ വാടകയ്ക്കല്ലേ. പിന്നെ മൂപ്പർക്ക് അണ്ടർഗ്രൗണ്ട് ഒരു പരിപാടി ഉണ്ട് കേട്ടോ, സൂക്ഷിച്ചോ. അല്ല അല്ല, മൂപ്പർ ഇവിടെ പണിക്കെടുത്താ? പണിക്ക് നിങ്ങളെ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താ? അതൊക്കെ ഉണ്ട്. ഫുള്ള് ഇരുട്ടാണല്ലോ. ഇപ്പൊ ശരിയാക്കി തരാന്ന്. ഇവിടുത്തെ ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ടോർച്ച് അടിക്കണം കാണേല്. മൊത്തത്തിലൊരു മണിച്ചിത്ര മൂടാണല്ലോ. ആ എന്ത് മൂടാ? അതൊരു സിനിമയാണെങ്കിൽ. സിനിമയാണ്. സിനിമ നമുക്ക് അറിയാമാട്ടോ. പേര് കേൾക്കുന്നു? കേൾക്കണോ അറിയാമോ? പുള്ളി വരയ്ക്കോ? ഓലക്ക വരയ്ക്കൂ. ആ കുത്തി വരട്ട ഫോട്ടോ കണ്ടങ്ങള് അതൊക്കെ കോടികൾ കൊടുത്ത് വാങ്ങിയാന്ന്. പിന്നെ ഞാൻ ലേസം വരയ്ക്കട്ടോ. ഈ ഒരൊറ്റ ഫോട്ടോ മാത്രമേ എനിക്ക് പിടിക്കാത്തുള്ളൂ. ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ നമുക്ക് അറിയാമാന്ന്. അപ്പൊ ഇത് പറയാമോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കണേ. അത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാ തുറന്നതാണ്. അപ്പൊ മൂപ്പര് പറയാ എന്റെ അടുക്കളത്തെ കാറ്റല്ലേ ഇങ്ങോട്ട് വരാനുള്ളത്. ഇവിടുന്ന് പോകാടെ നല്ല സുഖം ഉണ്ടാവില്ലടോ. അപ്പൊ അതറാമില്ല അല്ലേ? അതറാമല്ലേ? അടിക്കോ? ഇല്ല, അറാമല്ലേ? സെറ്റപ്പൊക്കെ കൊള്ളാം. മൂപ്പര് വന്ന് അത്രക്ക് മണൊന്നും ഇങ്ങോട്ട് വരില്ലട്ടോ. അതെ, നമുക്കിതൊന്ന് പോകണം. ഇതാ ആയതിനാ പണിയുണ്ട്.